ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് സുഭാഷ് ബോസ് പാർക്കിലാണ്. മലയാള സിനിമയുടെ ഒരു കാലത്ത് കിടിലൻ ലൊക്കേഷനാണ് സുഭാഷ് ബോസ് പാർക്ക്. അപ്പോൾ ആ പാർക്ക് നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇന്നിവിടെ അധികം മലയാള സിനിമകളൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല. എന്നാൽ ഒരു കാലത്തെ നിത്യഹരിത നായകൻ്റെയൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാർക്കായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയുടെ ആദ്യകാല സിനിമകളെന്ന് പറയുമ്പോൾ 70, 80കളിലൊക്കെ ഒരുപാട് പടങ്ങളിൽ ഈ സുഭാഷ് ബോസ് പാർക്ക് ഒരുപാട് ഔട്ട്ഡോർ ആയിട്ട് വന്നിട്ടുണ്ട്. 90 വരെ ഈ ഒരു ലൊക്കേഷൻ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഇന്ന് ഒരുപാട് പേര് വന്ന് ഇരിക്കുന്ന സ്ഥലമാണ്. പിന്നെ പിള്ളേരൊക്കെ ഒരുപാട് വന്നിരിക്കുന്ന ഒരു മെയിൻ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് സുഭാഷ് ബോസ് പാർക്ക്. അപ്പോൾ നമുക്ക് സുഭാഷ് ബോസ് പാർക്കിൻ്റെ വിശേഷങ്ങൾ കാണാം. ഞാനിപ്പോൾ എത്ര തവണ സുഭാഷ് ബോസ് പാർക്ക് എന്ന് പറയുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. മലയാള സിനിമയുടെ ഒരു കാലത്തെ സൂപ്പർ ഹിറ്റ് ലൊക്കേഷനായിട്ടുള്ള നമ്മുടെ സുഭാഷ് ബോസ് പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എറണാകുളത്തിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ പാർക്ക് ഒരു സമയത്ത് മലയാള സിനിമയുടെ കിടിലം ഒരു ലൊക്കേഷനായിരുന്നു. പണ്ട് മലയാള സിനിമയുടെ ഒരുപാട് ഗാനരംഗങ്ങളും സ്റ്റണ്ടുകളും അതുപോലെ തന്നെ പ്രണയരംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത ഒരുപാട് നടന്മാരൊക്കെ വന്ന് ഒരുപാട് തവണ അലഞ്ഞു തിരിഞ്ഞ ഒരു പാർക്കാണിത്. നോക്കൂ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര കൊല്ലം പഴക്കം വരുമെന്നല്ലേ. മലയാള സിനിമയുടെ ഏറ്റവും നല്ല കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. പ്രേം നസീർ സാറൊക്കെ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. പല രംഗങ്ങളും ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഇന്ന് ഈ കാണുന്ന കണക്കൊന്നും അല്ലായിരുന്നു പാർക്ക്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മലയാള സിനിമ തന്നെ മാറിയപ്പോൾ ഇപ്പോൾ അധികം സിനിമകളൊന്നും ഇവിടെ ഷൂട്ടിംഗ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഉണ്ടെങ്കിൽ തന്നെയും നോർമലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്. ഒരു സമയത്ത് ഈ പാർക്ക് അങ്ങനെയുള്ള സിനിമ ഷൂട്ടിങ്ങൊക്കെ കൊണ്ട് വളരെ പ്രശസ്തി പിടിച്ചു പറ്റിയ സ്ഥലമാണ്. ഇതുകൊണ്ട് ഇതുപോലുള്ള കൂറ്റൻ മരങ്ങൾ ഇവിടെ ഒരുപാട് നിൽപ്പുണ്ട് ഈ പാർക്കിനകത്തായിട്ട്. ഈ പാർക്ക് ഇപ്പോൾ നല്ലൊരു മഴ സമയത്ത് ഇങ്ങനെ കുളിച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ആ കൊച്ചി കായലിൻ്റെ സൗന്ദര്യവും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ. പക്ഷേ മഴ കാരണമാണ് ഇപ്പോൾ അധികം ആളില്ലാത്തത്. ഞാനത് ഷൂട്ട് ചെയ്യുന്ന പോലും നല്ലൊരു മഴ ടൈമിലാണ്. അത് ഒരുപാട് കുടകളൊക്കെ പിടിച്ച് ഈ ഇരിപ്പിടങ്ങളിൽ ഒരുപാട് പേര് ഇരിപ്പുണ്ട് കേട്ടോ. തൊട്ട് മുന്നിലായിട്ട് കപ്പലുകളും ബോട്ടുകളും ഒക്കെ ഇങ്ങനെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ ഇവിടെ കാണാം. എന്നിരുന്നാലും ഈ മഴയൊക്കെ നനഞ്ഞിങ്ങനെ അടിച്ചു പൊളിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ പാർക്കിൻ്റെ പല സൈഡിലായിട്ടുണ്ട്. ഞാൻ വന്നിങ്ങോട്ട് കയറിയ സമയത്ത് തന്നെ കിടിലം മഴയായിരുന്നു. ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ ഈ പാർക്കിൻ്റെ പല ഭാഗത്തായിട്ടും കാണും. ഇതൊക്കെ എനിക്ക് തോന്നുന്നു നല്ല പഴക്കമുള്ള സംഭവങ്ങളാണ്. പക്ഷേ ഇതിനകത്തേക്കുന്ന മരങ്ങളുണ്ടല്ലോ, ഈ പാർക്കിൻ്റെ പഴക്കം പറയും എത്രയാണ് എന്നുള്ളത്. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. മൊത്തവും അതിങ്ങനെ പച്ചപ്പ്. അതും നമ്മളെ നാട്ടിലൊക്കെ കാടെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ വെട്ടി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. എന്തെയോ ഒരു ശില്പം. ഇതൊക്കെ ഒരു വെറൈറ്റി സാധനങ്ങളാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു കുറേ കൊല്ലം മുമ്പ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഈ പാർക്കിൻ്റെ പല ഭാഗത്തും കാണാം. ഇതൊക്കെ കാലഹരണപ്പെട്ടു, വർഷങ്ങൾ പഴക്കമുള്ളതാണല്ലോ. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി പോയി. ഇതൊക്കെ എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. കാരണം വർഷം കുറേ പഴക്കമുണ്ടേ. മണ്ണിലുണ്ടാക്കിയ എന്തോ ഒരു സംഭവമാണ്. റോളർ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു ശില്പമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. എന്തായാലും ഒരു ബെഡിനകത്ത് 2 തലങ്ങണ വെച്ച പോലുള്ള സാധനമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ പരന്ന് കിടക്കില്ല. എങ്ങടാ പോവേണ്ടത് എന്നൊന്നും അറിയാൻ വയ്യ. കുറേ സാധനങ്ങളുണ്ട് ഇവിടെ നമുക്ക് കാണാനായിട്ടാണെന്നുണ്ടെങ്കിൽ. മഴ പെയ്തുകൊണ്ടിരിക്കുന്നതിനെ കൊണ്ട് ഫുള്ളായിട്ട് കറങ്ങാൻ പാടായിരിക്കും. അതുപോലെ തന്നെ വേറൊരു സാധനം ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് മീനൊക്കെ ഉണ്ട് കേട്ടോ. മീനൊക്കെ കിടന്ന് അങ്ങോട്ട് ഓടുന്നുണ്ട് ഞാൻ വന്ന സമയത്ത്. ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, കുറേയൊക്കെ മാഞ്ഞു പോയി കേട്ടോ. കറക്റ്റായിട്ടൊന്നും അറിയാൻ പറ്റുന്നില്ല. എന്തായാലും പൂ കൊഴിയുന്നു അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു പച്ചപ്പും ആ ഒരു സംഭവം, ആ കൊച്ചി കായലിൻ്റെ ആ ഒരു ഭംഗിയും, അതൊരു വല്ലാത്ത ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു ടൈമാണ് ഏറ്റവും ബെറ്റർ. 5 മണിക്ക് ശേഷം ഇവിടെ മഴയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൂപ്പറായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം. ഈ പാർക്ക് നിറച്ചും ഒരുപാട് വെറൈറ്റികളിലുള്ള ചെടികളിങ്ങനെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ടോ, ഒരുപാടുണ്ട്. ഈ പാർക്കും കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് ഹൈക്കോർട്ട് ആ ഒരു ജംഗ്ഷൻ വരെ പോകാൻ പറ്റും. മറൈൻ ഡ്രൈവ് ഫുള്ളായിട്ട് കറങ്ങി ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ കുറേ ഉണ്ട് പോകാൻ. അപ്പോൾ ഈ കാണുന്ന കായലിൻ്റെ ഓരത്തോടു കൂടി നമുക്കിങ്ങനെ
സുഖമായിട്ട് നടന്നു പോകാം. പിന്നെ ഇവിടെയൊക്കെ സ്ഥിരം വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷേ എന്നിരുന്നാലും ഇവിടെ വരാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സുഭാഷ് ബോസ് പാർക്ക് കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കാണാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് മലയാള സിനിമയുടെ ലൊക്കേഷനും കൂടെ ആയതിനെ കൊണ്ടാണ് ഞാനിത് മെയിനായിട്ട് ഷൂട്ട് ചെയ്യാൻ തന്നെ കാരണം. അതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കുറേ അടിപൊളി മരങ്ങളും കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ട്. ഫുള്ള് പച്ചപ്പാട്ടോ, അതാണ് അവർ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഉള്ളിലോട്ട് കയറി വരുമ്പോൾ ഒരു വലിയ കസേര ഇട്ടിട്ടുണ്ട്. മഹാബലിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കസേരയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും വലിയൊരു കിടിലം കസേരയാണ് ഇവിടെ അവരിട്ടിരിക്കുന്നത്. എന്തായാലും ഒരു രക്ഷയില്ലാത്ത അല്ല പഴയ മോഡൽ ഒരു കസേര. ഇതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമായിരിക്കും. ഒരുപാട് പേര് വന്ന് എടുക്കുന്നതാണ് കേട്ടോ. എപ്പടി ഇருக்கு എന്താ അല്ലേ, ആരാ പ്ലാനായാലും സംഭവം കൊള്ളാം. ഭയങ്കര രസമുണ്ട് കാണാൻ. ആനയ്ക്ക് ഇരിക്കാൻ പറ്റിയ കസേരയാന്ന് തോന്നുന്നല്ലേ. ഞാൻ മഹാബലി എന്ന് പറഞ്ഞത് കുറച്ച് ഇതോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൗഢി, അതാണ് മഹാബലി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആനയ്ക്കും ഇരിക്കാൻ കേട്ടോ. ആനയ്ക്കും സൂപ്പറായിട്ട് കയറി ഇരിക്കാൻ പറ്റിയ ഒരു വലിയ കസേര അല്ലേ. ഇത് എത്ര കിലോ ഉണ്ടാവും? എന്തായാലും കസേര ഒരു രക്ഷയില്ല കേട്ടോ. ഉടുക്കത്തെ ലുക്ക് തന്നെ. പക്ഷേ ഇതിങ്ങനെ വെച്ചാൽ കുറേ കഴിയുമ്പോൾ നശിച്ചു പോകും, ഉടുത്ത് വീഴും. കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അത് വെച്ചാണൊക്കെ ഇരിക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ചിത്രീകരണം നടത്തിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളായിരിക്കും. അപ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളിൽ ഏകദേശം ഈ ഒരു പാർക്ക് അങ്ങനെ തിരിച്ചറിയാനൊന്നും പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതിനെക്കൊണ്ട് കൂടുതൽ ആൾക്കാർക്കും ഈ ഒരു പാർക്കിൻ്റെ സൗന്ദര്യം അന്ന് സിനിമയിലൂടെ ആസ്വദിക്കാൻ കഴിഞ്ഞുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. എന്നാൽ പിന്നെ 90കളിലെ കുറച്ച് പടങ്ങളിലും കൂടി ഈ പാർക്ക് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അന്നത്തെ പടങ്ങളിൽ നമ്മൾ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ എടുത്തു വെച്ച് പോയി കഴിഞ്ഞാൽ കുറേ ഭാഗങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന പഴയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്നാണ് തോന്നുന്നത്. നമ്മൾ നടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതേപോലെ ഒരു സ്റ്റേജ് കാണാം. ഇതിവിടെ ഈ പ്രോഗ്രാമൊക്കെ വേണമെങ്കിൽ നടത്താനും അതേപോലെ കൊള്ളാം. ഇതിന് ചുറ്റും നടക്കാൻ വരുന്നവർക്കൊക്കെ നല്ല സെറ്റപ്പായിരിക്കും തോന്നുന്നുണ്ട്. ഈ മരങ്ങളിങ്ങനെ പച്ച വിടർത്തി നിൽക്കുന്നതാണ് ഭയങ്കര രസമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ മഴ ഇങ്ങനെ ചാറിയതിന് ശേഷം ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ ഇത്. നമുക്ക് ആ പച്ചപ്പിനൊന്ന് ഭംഗി കൂടിയിട്ടുണ്ട്. അത് ഈ വൈകുന്നേരത്തെ ഭംഗി കൂടിയാണ്. മരങ്ങൾക്ക് വലിയ പൊക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമാണ്. പിന്നെ ചുറ്റിലും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങളുണ്ട്. അങ്ങേ അറ്റത്തായിട്ട് ആ വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെറും ഇതാണ് കേട്ടോ. ആ വാഷ്റൂമൊന്നും കൊള്ളത്തില്ല. അതിനകത്ത് കയറി കഴിഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യാൻ പോലും സൗകര്യം പോരെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഒരു ഗതികെട്ട വാഷ്റൂമാണ്. അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചാൽ പറയാം ഇതൊക്കെ ഇത്രയേ ഉള്ളൂ, വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് പോടേന്ന്. അങ്ങനെയൊക്കെ പറയുന്നവരടുത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു രക്ഷയില്ല. ഈ ഒരു മരത്തിൻ്റെ ഭംഗി കണ്ടിങ്ങോട്ട് വന്നതാണ് ഞാൻ. നോക്കൂ എങ്ങനെ ഇരിക്കുന്നു. എന്തായാലും ഇതിനകത്തല്ല പാമ്പം കാണാൻ കയറി ഇരുന്നാൽ പോലും അറിയത്തില്ല കേട്ടോ. അമ്മാതിരി ഒരു സംഭവം. നൈറ്റൊക്കെ വളരെ ഡേഞ്ചർ ആയിരിക്കും. കാരണം ഇതിനകത്തൊക്കെ വല്ലതും കയറി ഇരുന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല. അങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ഒരുമാതിരി ഹൊറർ സിനിമയിലെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ല പഴക്കമുണ്ട് കേട്ടോ ഈ സാധനത്തിനൊക്കെ. പിന്നെ ഇവിടെ വേറെ എന്തോ ഒരു മരം നിൽക്കണം. അതൊരു പ്രത്യേക തരത്തിലുള്ളൊരു കായൊക്കെ ആയിട്ടൊരു സാധനം. കായാണോ എന്താണെന്ന് അറിയാൻ വയ്യ. ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ എൻ്റെ മുന്നിലായിട്ട് മറ്റൊരു സംഭവം കാണുന്നുണ്ട്. അത് എന്താണ് എന്നുള്ളത് അറിയാൻ കഴിയുന്നില്ല. എൻ്റെ അടുത്തോട്ട് ചെന്ന് നോക്കാം എന്താണ് സാധനം എന്നറിയാമല്ലോ. എന്തോ ഒരു ശില്പം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്തൊക്കെയോ പായലൊക്കെ വീണിങ്ങനെ ആരും നോക്കാനില്ലാണ്ട് വളരെ വൃത്തിഹീനമായിട്ട് കിടക്കുന്നതാണൊക്കെ എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്നിരുന്ന കൊതുകടിയും കൊള്ളേണ്ടി വരും. ഇതൊന്നും കറക്റ്റൊന്നും ആരും പരിപാലിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ മഴ പെയ്തതിന് ശേഷമുള്ള ഒരു ഗ്രീൻ ഉണ്ടല്ലോ, ആ ഒരു ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഒന്നും പറയല്ല. ഫുള്ള് നമുക്ക് ആ ഒരു എന്തൊരു ഫ്രഷ് ആയിട്ടുള്ള ഫീലാണ് കേട്ടോ. നമ്മളീ മുന്നിൽ കാണുന്നത് പണ്ടൊക്കെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന അരണമരം എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പോൾ ഒരുപാട്. ഈ പാർക്കിനുള്ളിലായിട്ട് ഒരു കിടിലം ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ചിരിയാണ് വരുന്നത്. പാർക്കിൽ സ്ഥാപിച്ചിട്ടുള്ള കളി ഉപകരണങ്ങൾ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഉപയോഗിക്കാവൂ. 24 വരെയുള്ള കുട്ടികളൊക്കെ ആയിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ വലിയ പിള്ളേരൊക്കെ വന്നിരുന്നത് നശിപ്പിച്ച് കളയാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതിനെക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ബോർഡ് അവരോട് വെച്ചേക്കുന്നത്. എന്തായാലും അതൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട്. ആരും കാണാതെ കയറിയിരുന്ന് ഊഞ്ഞാലാടുന്ന ഒരുപാട് ടീമുകളുണ്ട്. ഇതിലൊക്കെ മുതിർന്ന പിള്ളേരും കയറിയിരുന്ന് ആടും കേട്ടോ. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുക ആളില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ തീരുമാനത്തിലാവും. ഇപ്പോൾ അതാ മഴ തുടങ്ങി. സൂപ്പർ.
ഞാൻ ഈ സാധനം കണ്ടേ ഇങ്ങോട്ട് വന്നത്. ഇതൊക്കെ എന്താണ് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. പണ്ടത്തെ എന്തോ ഇതിനു വേണ്ടി ഉണ്ടാക്കിയാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ മിക്കവാറും മഴ നമ്മളെ സമ്മതിക്കാൻ ചാൻസ് ഇല്ല. മഴ അങ്ങോട്ട് കടുക്കാണ്. ഇതുണ്ടോ, അതൊക്കെ കുട്ടികൾക്ക് പണ്ട് കളിക്കാനോ നിരങ്ങി കളിക്കാനോ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ച സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഈ പാർക്ക് കുറേ ഉണ്ട്. എത്ര ഏക്കർ ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും എല്ലായിടത്തും ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. മരങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ അങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതേപോലെ അവിടെ ലൈറ്റൊക്കെ ഓണാക്കുന്നുണ്ട് സെക്യൂരിറ്റി. മഴയില്ലെങ്കിൽ രാത്രി എനിക്ക് തോന്നുന്നത് അടയ്ക്കുന്നത് വരെ, അങ്ങനെ അടപ്പൊക്കെ ഉണ്ടാകുന്ന അറിയത്തില്ല, അങ്ങനെയൊക്കെ ആൾക്കാർക്ക് ഇവിടെ ഇരിക്കാം. മഴ വീണ്ടും ശക്തമാവുകയാണ്. നമ്മൾ മുന്നോട്ടെത്തുമ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊന്നും കാണുന്നില്ല, കാരണം മഴ അതിനെക്കൊണ്ട് എല്ലാവരും വന്ന് ഇങ്ങനെ പല വഴിക്ക് ഇരിക്കുകയാണ്. മഴ എല്ലാം ചതിച്ച് വന്നവരൊക്കെ അതാ തിരിഞ്ഞൊക്കെ നടന്നു പോവാണ് കേട്ടോ. മഴയാണ് വിഷയം. മഴ തുടങ്ങിയാൽ പിന്നെ പാർക്കിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. അതാണ് ഒരു മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അതാ വന്നവരൊക്കെ തിരിഞ്ഞ് നടക്കണം, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പിന്നെ കുറേ പേര് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിൽ പോയാൽ അവിടെ കാലിൻ്റെ കാറ്റടിക്കുന്നതെ കൊണ്ട് ഫ്രണ്ടിൽ അധികം നിൽക്കാൻ പറ്റില്ല. അതാണ് വിഷയം. അവിടെ കുറേ പേര് ഇരിപ്പുണ്ട് ആ ഒരു മരത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ ഇരുട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരു അന്തവും ഇല്ല ഇവിടെ എന്താ നടക്കണമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. പാർക്കിൻ്റെ അപ്പുറത്തായിട്ട് റോഡ് നല്ലോണം നിറഞ്ഞാണ് വണ്ടികൾ പോകുന്നത്. കാരണം നൈറ്റ് ആയി കഴിഞ്ഞു. ഇനി ഇവിടെ കുറച്ച് നേരത്തേക്ക് ഒടുക്കത്തെ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഹൈക്കോർട്ടിലോട്ട് പോകുന്ന ബസ്സുകളൊക്കെയാണ് ഇതുവഴി പോകുന്നത് കേട്ടോ. നമുക്ക് മെട്രോയിൽ നിന്ന് ഡയറക്റ്റ് ഇവിടെ വരാനായിട്ട് 5 മിനിറ്റ് ഇടവിട്ട് ഓരോ സ്റ്റേഷനിൽ നിന്നും ബസ് സർവീസ് ഉണ്ട്. അത് മെയിൻ സ്റ്റേഷനിൽ നിന്നൊക്കെയാണ് വരുന്നത്. മെയിനായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്നെടുക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അവിടുത്തെ ആ ലുക്ക് കറക്റ്റ് കിട്ടും. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോഴും ആ ഒരു ഫ്രെയിം അടിപൊളിയാട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, ഇവിടെയൊക്കെ അന്നത്തെ ആ സിനിമ കറക്റ്റ് ആ ലൊക്കേഷനൊക്കെ കറക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അന്നത്തെ സിനിമ ഇങ്ങനെയൊക്കെ ആയിരുന്നു, മലയാള സിനിമകളുടെ അന്നത്തെ കോലം, അന്നത്തെ ആ ഒരു ബ്യൂട്ടി ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഒരുപാട് ഫ്രെയിമുകൾ വെച്ച സ്ഥലങ്ങളാണ്. ഇവിടെ നല്ല ഇരുട്ട് വീണ് കഴിഞ്ഞിട്ട് എൻ്റെ മരങ്ങൾക്കിടയിൽ പ്രേമങ്ങൾ പൂക്കുന്ന ഒരു ഇടമാണ്. ഇങ്ങോട്ട് നോക്കിയിട്ടൊരു വനം കണക്ക് തോന്നുന്നില്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാലും കുറേ പേര് ഇതിനകത്തുണ്ട്. ലൈറ്റൊക്കെ കുറവായിട്ടൊന്നും കാണത്തില്ല. ഈ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, ഇവിടെ ഒരുപാട് പേർക്ക് കേട്ടോ. ഒരു 10 ബസ് നിറച്ച് വന്നാൽ പോലും ഇവിടെ ഒരു വിഷയമില്ല. അങ്ങനെ വട്ടം ചുറ്റിയിരിക്കാം. ഒരു സെൻറ്ററിലൊരു സ്റ്റേജൊക്കെ ആയിട്ട് സൂപ്പർ സെറ്റപ്പ് അല്ലേ. അപ്പോൾ വീണ്ടും ഞാനിവിടെ കായലിനോട് ചേർന്നുള്ള ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. നല്ല മണം കേട്ടോ അടിക്കുന്നത്. ചെളിയുടെ ആണോ അതോ വേസ്റ്റിൻ്റെ മണമാണോ എന്ന് അറിയാൻ പറ്റുന്നില്ല. എന്തായാലും നല്ല സ്മെല്ല് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴയില്ലായിരുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഇനിയും കൂടുതൽ ആൾക്കാർ ഇരിക്കാനുള്ളതാണ്. പിന്നെ നമ്മളെ മുന്നിലായിട്ട് കാണുന്നത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ്. അവിടത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഷിപ്പുകളൊക്കെ വരുന്നത് കാണാം. പല സ്ഥലങ്ങളിലോട്ടുള്ള ബോട്ട് സർവീസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുന്നിലായിട്ടാണ് മേനക ബോട്ട് ചെട്ടിയുടെ ആ ഒരു ഭാഗം വരുന്നത്. അവിടെ എൻ്റെ ബോട്ട് നിർത്തിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ കയറുന്നത് കാണാം. ഇതിനപ്പുറത്തോട്ട് മറൈൻ ഡ്രൈവ് അങ്ങനെ സ്റ്റാർട്ടാവണം. ഈ ബോട്ട് ചെട്ടി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ നടന്ന് അങ്ങനെ അങ്ങോട്ട് പോകാം. അതൊരു ഭയങ്കര രസമുള്ള പരിപാടിയാണ്, ഇങ്ങനെ നടന്ന് പോകാമെന്ന് പറഞ്ഞാൽ.